എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. സ്കൂളുകളിലൊക്കെ ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് പല മത്സര പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. അതിലേക്ക് ആവശ്യമായ ചില അറിവുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. 1989 ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കാനുള്ളൊരു കാരണം 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി കഴിഞ്ഞതെന്നാണ് കരുതപ്പെടുന്നത്. 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടി കഴിയുന്നത്. അതിനെ തുടർന്ന് അതിൻ്റെ ഒരു വാർഷികം എന്ന രീതിയിലാണ് 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുന്നത്. ഓരോ വർഷത്തെ ലോക ജനസംഖ്യാ ദിനത്തിലും ഓരോ ലക്ഷ്യങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, 2025 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദേ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ്. നീതിയും പ്രത്യാശയും നിറഞ്ഞ ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് 2025 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യം. നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവായി കരുതപ്പെടുന്ന ബ്രിട്ടീഷ് തത്വശാസ്ത്രജ്ഞൻ ആരാണ്? ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവായി കരുതപ്പെടുന്ന ബ്രിട്ടീഷ് തത്വശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റോബർട്ട് മാൽത്തസ്. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവായി കരുതപ്പെടുന്ന ബ്രിട്ടീഷ് തത്വശാസ്ത്രജ്ഞനാണ് റോബർട്ട് മാൽത്തസ്. അടുത്ത ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സെൻസസ് ഏത് വർഷമായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് ഏത് വർഷമായിരുന്നു? ഉത്തരം 1951. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് ഏത് വർഷമായിരുന്നു നടന്നത്? 1951. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ മൊത്തം ജനസംഖ്യ എത്രയായിരുന്നു? 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3,33,87,677. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3,33,87,677. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഉത്തരം 7. ഏഴാമത്തെ സെൻസസ് ആണ് സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കുന്നത്. 2011 നടന്നത് 7ാമത്തെ സെൻസസ് ആണ്. അടുത്ത ചോദ്യം, സെൻസസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? സെൻസസ് എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സെൻസസ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അതിൻ്റെ അർത്ഥം രജിസ്റ്റർ എന്നാണ്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സെൻസസ് എന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 1950 ലോക ജനസംഖ്യ എത്ര കോടിയായിരുന്നു? 1950 ലോക ജനസംഖ്യ 250 കോടിയായിരുന്നു. 1950 ലോക ജനസംഖ്യ 250 കോടിയായിരുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഒരു മിനിറ്റിൽ ഏകദേശം എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ട് എന്നാണ് കണക്ക്? ഇന്ത്യയിൽ ഒരു മിനിറ്റിൽ ഏകദേശം എത്ര കുട്ടികൾ ജനിക്കുന്നു എന്നാണ് കണക്ക്? 30 കുട്ടികൾ ജനിക്കുന്നു എന്നാണ് കണക്ക്. ഇന്ത്യയിൽ ഒരു മിനിറ്റിൽ ഏകദേശം 30 കുട്ടികൾ ജനിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യ 100 കോടിയിലെത്തിയത് ഏത് വർഷമാണ്? ലോക ജനസംഖ്യ 100 കോടിയിലെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം നോക്കാം. ലോക ജനസംഖ്യ 100 കോടിയിലെത്തുന്നത് 1804 ലോക ജനസംഖ്യ 100 കോടിയിലെത്തുന്നത് 1804
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടിയിലെത്തിയത് ഏത് വർഷമാണ്? ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടിയിലെത്തിയത് ഏത് വർഷമാണ്? ഉത്തരം 2000 മെയ് 11. 2000 മെയ് 11 ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടിയിലെത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 1987 ജൂലൈയിൽ ക്രൊയേഷ്യയിൽ ജനിച്ച ഏത് കുട്ടിയാണ് ലോക ജനസംഖ്യ 500 കോടിയായി തികച്ചത്? 1987 ക്രൊയേഷ്യയിൽ ജനിച്ച ഏത് കുട്ടിയാണ് ലോക ജനസംഖ്യ 500 കോടിയായി തികച്ചത്? മാത്തേജ് ഗാസ്പർ. മാത്തേജ് ഗാസ്പർ എന്ന കുട്ടിയാണ് 1987 ജൂലൈയിൽ ക്രൊയേഷ്യയിൽ ജനിക്കുന്നത്. ആ കുട്ടിയുടെ ജനനത്തോടെയാണ് ലോക ജനസംഖ്യ 500 കോടിയായി തികയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജനസംഖ്യ 600 കോടിയിലെത്തിയത് ഏത് ദിവസമാണ്? ലോക ജനസംഖ്യ 600 കോടിയിലെത്തിയത് 1999 ഒക്ടോബർ 12. ലോക ജനസംഖ്യ 600 കോടിയിലെത്തിയത് 1999 ഒക്ടോബർ 12. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുഞ്ഞിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുഞ്ഞിൻ്റെ പേരെന്താണ്? ഉത്തരം നോക്കാം. ആസ്ത അറോറ. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് ഹോസ്പിറ്റലിൽ ജനിച്ച ആസ്ത അറോറ എന്ന കുട്ടിയാണ് ഇന്ത്യയിലെ ജനസംഖ്യ 100 കോടി തികയ്ക്കുന്നത്. ആസ്ത എന്ന പേരിൻ്റെ അർത്ഥം വിശ്വാസം എന്നാണ്. ആസ്ത അറോറ. അടുത്ത ചോദ്യം, പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ എന്ന പുസ്തകം 1798 രചിക്കുന്നത്. ആരാണ് രചിച്ചത്? തോമസ് റോബർട്ട് മാൽത്തസ്. തോമസ് റോബർട്ട് മാൽത്തസ്. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ രചിക്കുന്നത് തോമസ് റോബർട്ട് മാൽത്തസ് ആണ്. ഏത് വർഷം? 1798. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും നേരം ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ വിശദമായി പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും നമസ്കാരം.